ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയിലെ എല്ലാ ഇസ്രായേൽ ദൗത്യങ്ങളുടെയും സുരക്ഷ കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ സുരക്ഷയെക്കുറിച്ച് കൃത്യമായ പരിശോധനകൾ നടക്കുന്നതായി ഉന്നത ഇന്റലിജൻസ് വൃത്തങ്ങൾ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പോരാട്ടത്തിൽ ഇന്ത്യ ഒരു യുദ്ധക്കളമാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ നിഷ്പക്ഷത പാലിക്കാൻ ആഗ്രഹിക്കുന്നു. ജൂത സമൂഹത്തിന്റെ പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തും. 2023 ഇസ്രായേൽ എംബസിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ ഉദ്ധരിച്ച് ഉന്നത വൃത്തങ്ങൾ പറഞ്ഞു. അത് പരിഹരിക്കപ്പെടാതെ അവശേഷിക്കുന്നു. തങ്ങൾക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നും ആവശ്യമില്ല. ആക്രമണം ഉണ്ടാകാതിരിക്കാൻ ഇറാൻ മിഷന്റെ സുരക്ഷയും ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ എന്ന് നേരിടുന്ന വൻ വെല്ലുവിളിയിൽ ഇന്ത്യക്കും വലിയ ആശങ്കയുണ്ട്. കാരണം സമാനതകളില്ലാത്ത ദുരിതങ്ങൾ അനുഭവിച്ച ഒരു ജനതയാണവർ. ക്രിസ്തുവർഷത്തിന് മുൻപ് തന്നെ ജൂതന്മാരുമായി ഇന്ത്യക്ക് ബന്ധമുണ്ടായിരുന്നു. AD 72 തങ്ങളുടെ ദേശത്തു നിന്ന് ജൂതന്മാർ പീഡനങ്ങൾ നേരിട്ടപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ ചേക്കേറി. നമ്മുടെ സ്വന്തം കൊച്ചിയിലേക്കും അവരിൽ ചിലർ എത്തിയിരുന്നു. കാലക്രമേണ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അവർ പല കാലഘട്ടങ്ങളിൽ വന്നു ചേർന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ചേക്കേറിയ ജൂതന്മാർക്ക് എല്ലായിടത്തു നിന്നും പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു, ഇന്ത്യയിൽ നിന്നൊഴികെ. ഇന്ത്യയിലെ ഭരണാധികാരികൾ ജൂതന്മാരെ സംരക്ഷിച്ചു. അതിന്റെ കടപ്പാട് നന്ദിയും ഇസ്രായേലിന് ഇന്ത്യ എന്ന രാജ്യത്തോട് എന്നുമുണ്ട്. പലസ്തീനെ വിഭജിച്ച് ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിക്കുന്നതിന് ഇന്ത്യ എതിർത്തിരുന്നെങ്കിലും ഇസ്രായേൽ നിലവിൽ വന്നു. വൈകാതെ ഇന്ത്യ ഇസ്രായേലിനെ അംഗീകരിച്ചു. 1953 മുംബൈയിൽ ഇസ്രായേലിന്റെ ഒരു കോൺസുലേറ്റ് തുറക്കാനും അനുമതി നൽകി. പക്ഷെ 1992 മാത്രമാണ് ഇന്ത്യയും ഇസ്രായേലുമായുള്ള പൂർണ്ണതോതിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നത്. എന്തായിരിക്കാം ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന് തടസ്സമായി നിന്നത്? ഇന്ത്യ പരമ്പരാഗതമായി പലസ്തീനെ പിന്തുണച്ചു പോകുന്നതിന് കാരണം എന്തായിരിക്കാം? അറബ് രാഷ്ട്രങ്ങളെ വെറുപ്പിച്ച് ഇസ്രായേലിന് പിന്തുണ കൊടുത്താൽ എണ്ണ കിട്ടില്ല എന്ന തിരിച്ചറിവാണ് പ്രധാനമായും ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന് തടസ്സമായി നിന്നത്. ഇസ്രായേലിന്റെ അമേരിക്കൻ ചായവും ഇന്ത്യയുടെ മിത്രമായിരുന്ന ഈജിപ്തുമായുള്ള ഇസ്രായേലിന്റെ ശത്രുതയും എല്ലാം കാരണമായിട്ടുണ്ട്. പക്ഷേ രഹസ്യമായി ഇന്ത്യയും ഇസ്രായേലുമായുള്ള സഹകരണം ഉണ്ടായിരുന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ ഇസ്രായേലിനോട് ആയുധങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. മൊസാദും ഇന്ത്യൻ ചാര സംഘടനയായ റോയും പരസ്പര സഹകരണത്തോടെ പ്രവർത്തിക്കുന്നു. പാകിസ്ഥാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങൾ തകർക്കാൻ മൊസാദും റോയുമായി പദ്ധതി തയ്യാറാക്കിയിരുന്നു. എന്നാൽ അവസാന നിമിഷം മൊറാർജി ദേശായിയാണ് ഈ പദ്ധതി വേണ്ടെന്ന് വെച്ചതെന്നും എവിടെയോ വായിച്ചിട്ടുണ്ട്. ആ പദ്ധതി നടപ്പായിരുന്നെങ്കിൽ ഇന്നും പാകിസ്ഥാൻ ഒരു ആണവരാജ്യം ആകുമായിരുന്നില്ല. കാർഗിൽ യുദ്ധ സമയത്ത് അമേരിക്ക ഇന്ത്യക്ക് സഹായം നിഷേധിച്ചപ്പോൾ ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകിയത് ഇസ്രായേലാണ്. ഇന്ത്യയുടെ സൈനിക പരീക്ഷണങ്ങളിൽ ഇസ്രായേൽ സ്ഥിരം പങ്കാളികളാണ്. IPS ട്രെയിനികൾക്ക് പോലും ഇസ്രായേലിൽ പരിശീലനം നൽകുന്നു. കൃഷിയിലും ജലസേചനത്തിലും വൻ കുതിച്ചാട്ടം നടത്തിയ ഇസ്രായേലിന്റെ സാങ്കേതികവിദ്യ ഇന്ത്യ ഉപയോഗിക്കുന്നു. ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ അതിശക്തമായ ബന്ധം പാകിസ്ഥാനും ചൈനയ്ക്കുമുള്ള മുന്നറിയിപ്പും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇസ്രായേലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഓരോ ഭാരതീയരും. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.